കടലക്കറി കൊടുക്കുവാണെങ്കിൽ പരിപ്പും കൊടുക്കും, പയറും കൊടുക്കും. 40 രൂപ. 40 രൂപയ്ക്ക് മുതലാവും കടലയുടെ പരിപ്പിന്റെ ഒക്കെ വിലക്കനുസരിച്ചിട്ട്. കുഴപ്പമില്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊന്നും ഇപ്പം 100% ഹാപ്പിയാ. അത് മതി. ഇതാണ് കേട്ടോ ഇവിടുത്തെ പരിപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇവിടെ കുറേ സ്ഥലങ്ങളിലേക്ക് ഇപ്പം നമ്മളെ ഈ പറവൂര്, ചെറായി, ഈ സൈഡിലൊക്കെ കുറേ സ്ഥലത്ത് പുട്ടും പരിപ്പും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കേണ്ട. ഇതാണ് ഇവിടുത്തെ 40 രൂപയുടെ രാവിലത്തെ ഒരു കോംബോ. അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം പുട്ടുണ്ട്, ഒരു കഷ്ണമല്ല 2 കഷ്ണം പുട്ടുണ്ട്, മുട്ടക്കറി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പരിപ്പ് കറി, പിന്നെ വൻപയർ, 2 പപ്പട, ഇത്രയും കൂടിയിട്ടാണ് 40 രൂപയ്ക്ക് കൊടുക്കുക. പുട്ടാണെങ്കിൽ ഇങ്ങനെ മുളങ്കുറ്റിയിലാണ് കേട്ടോ. അത് നമുക്ക് കുത്തണ സമയത്ത് ഒരു 2 പുട്ട് ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ വെന്ത് കിട്ടും. നല്ല നീളമുള്ള പുട്ട്. അതുപോലെ പുട്ടിൻ്റെ കുടം കണ്ടോ, ശരിക്കും പണ്ട് വെള്ളമൊക്കെ കൊണ്ടുവരുന്ന ഈ കുടത്തിൽ തന്നെയാണ് വെക്കണം അല്ലേ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കാനും പറ്റും. ഇപ്പോഴും ഇതുപോലെ തന്നെ പഴയ സാധാരണ പുട്ടും കുടം അല്ല, വലിയ നമ്മുടെ വെള്ളം എടുക്കുന്ന കുടം. എന്നിട്ട് അതിന് ഭാഗത്തിന് മുളങ്കുറ്റി. മുളങ്കുറ്റിയിൽ വെക്കുമ്പോൾ ഞാൻ മുളങ്കുറ്റിയിൽ ഉണ്ടാക്കുന്ന പുട്ട് കഴിച്ചത് വരെ നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് എപ്പോഴും മറ്റേ സ്റ്റീലിൻ്റെ ഇതിലും ചിരട്ട പുട്ടിൻ്റെ സാധനത്തിലൊക്കെ അല്ലേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലാണ് ഇത്, ഉദയംപേരൂർ. ഇവിടെ മാളേക്കാട് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് സോമൻ ചേട്ടനും അംബിക ചേച്ചി അവരുടെ വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ കട. അപ്പോൾ വളരെ ചെറിയ പൈസയ്ക്ക് 40 രൂപയ്ക്ക് പുട്ടും കറിയും എല്ലാം ചേർത്ത് കിട്ടും. അത് വെറൈറ്റിയാണ്, കാണിച്ചു തരാം. പിന്നെ 50 രൂപയ്ക്കായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോഴാണ് 10 രൂപ കൂട്ടിയിട്ട് 60 രൂപയ്ക്ക് മീൻകറിയും മീനും ഒക്കെ കൂട്ടിയിട്ടുള്ള ഊണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ രാവിലത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. വിറകടുപ്പിലൊക്കെയാണ് ഇവിടുത്തെ പാചകമെല്ലാം. അത് രാവിലത്തെ ഈ വെയിൽ അടുക്കളയിലിട്ട് ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ അവരവിടെ നിന്ന് പുട്ടുണ്ടാക്കുന്നതൊക്കെ കാണുന്നത് തന്നെ ഒരു കാഴ്ചയാണ്. നമ്മൾ കുറേ വർഷം ബാക്കിൽ പോയ പോലെ തോന്നും. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഇനി വിശേഷങ്ങൾ കാണാം. നല്ല കൊഴുപ്പുള്ള കടലക്കറി, ഇടിയപ്പം ഉണ്ട്, അപ്പം ഉണ്ട് കേട്ടോ. ഡിസംബർ 14 കൃത്യം ഓർമ്മയൊക്കെ ഉണ്ട്. അതായത് മറ്റന്നാളാവുമ്പോഴേക്കും 20 വർഷം. 20 അല്ല 20 അല്ല, 23 വർഷം. 2025 വരുമ്പോ 23 വർഷം. ചേച്ചിയുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു നമ്മുടെ ഈ കട. അപ്പൊ ആദ്യമൊക്കെ തുടങ്ങുമ്പോ ഇങ്ങനെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെയുള്ള ഇന്ന് രാവിലെ? ഇന്നിപ്പോ പുട്ട്, അപ്പം, ഇടിയപ്പം, പിന്നെ അരിപ്പുട്ട്, ഗോതമ്പുട്ട്, കടല, മുട്ടക്കറി, പരിപ്പ്, പയറ്. പരിപ്പ് നമ്മുടെ ഡ്രൈ, ഇവിടത്തെ ഒരു സ്പെഷ്യൽ ആണ് അല്ലേ ഡ്രൈ പരിപ്പ്. സാമ്പാർ പരിപ്പാണ്, മറ്റേ പീസ് പരിപ്പില്ലേ അതാണ്. പിന്നെ ഉച്ചക്കാണെങ്കിൽ ഊണും ഉണ്ട് അല്ലേ. ഊണ് 60 രൂപയ്ക്ക്. ഊണ് ഇപ്പൊ 50 ആയിരുന്നു, 60 ആക്കി. മീനും കൂടെ കൂട്ടിയിട്ട് മീൻ വറുത്തതും മീൻ കറിയും പിന്നെ മുട്ട ചിക്കി പൊരിച്ച് അങ്ങനെ മീൻ വറുത്തതിന്റെ ഒപ്പം കുറച്ച് അങ്ങനെ കൊടുക്കും. പിന്നെ ഒരു 11 നേരം കറി. ഇത്ര ഐറ്റം ഒക്കെ ചേർത്തിട്ടാണ്. ഇന്ന് ഊണ് കഴിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ രാവിലത്തെ കഴിച്ചാൽ ഊണ് കഴിക്കാൻ വേണ്ടി ഞാൻ വരാൻ. ചായ മെയിൻ ചേച്ചിയാണ്. അത് എന്റെ അടുത്ത് പറഞ്ഞു, ചായയുടെ കടുപ്പും അളവൊക്കെ ഓരോരുത്തരുടെയും അറിയാന്ന്. എല്ലാവരും അറിയാം. അതാണല്ലോ നമ്മളുടെ വിജയം. ആള് വരുമ്പോ അറിയാം അല്ലെ, ഇയാൾക്ക് മധുരം വേണ്ടെങ്കിൽ വേണ്ട, കടുപ്പ് എത്ര വേണം. എനിക്ക് ആരും പറഞ്ഞു തരണ്ട. സ്ഥിരം വരുന്ന ആളുകളും കൂടി ആയതുകൊണ്ട്. ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ ഇപ്പോൾ കഴിക്കാൻ സാധാരണ നമ്മുടെ അവിടെ കഴിക്കാൻ വരുന്നവർ ഞായറാഴ്ച വരുമ്പോൾ ഫാമിലി ആയിട്ടേ വരുള്ളൂ. അമ്പലത്തിൽ പോയിട്ട് പിന്നെ പാഴ്സലും ഉണ്ട് അത്യാവശ്യം. പിന്നെ ചേച്ചിയുടെ അച്ഛനാണെങ്കിലും ചായക്കടയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ആ ഒരു വീട് എരുവേലിയാ, എനിക്ക് എരുവേലി. അപ്പൊ അച്ഛൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതായിരിക്കും എനിക്കിതിങ്ങനെ തുടങ്ങാനും. ചേച്ചിയുടെ ആഗ്രഹമായിരുന്നോ ഇങ്ങനെ ഒരു കട തുടങ്ങാനുള്ളത്? അത് മാത്രല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് വീഡിയോ എടുത്തു അല്ലേ. ഞങ്ങളാണ് ഏറ്റവും അവസാനം വന്ന ആളുകൾ തോന്നുന്നു. കഴിച്ചില്ല, കഴിക്കണം. ഇതും കൂടി ചേർത്തിട്ടാണ് 40 രൂപ. അത് ഇത് മാത്രം ഈ പയറെല്ലാം
പയറും കൊടുക്കും, കടലയും കൊടുക്കും, മുട്ടക്കറി. അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അരിപ്പുട്ട് മേടിച്ചതേ ഉള്ളൂ. പുട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് ഇതാ പരിപ്പ് ആദ്യമായിട്ട് കഴിക്കുകയാണ് ഈ സാധനം. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടേ, മറ്റേ ചെറായിലൊക്കെ നായരുടെ കട പുട്ടും പരിപ്പും എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. നമ്മൾ സാമ്പാറിലിടും, അല്ലാണ്ട് പരിപ്പ് കറി ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ട്, തക്കാളിയും പരിപ്പൊക്കെ. പക്ഷെ ഇതാദ്യമായിട്ടാണ്. പിന്നെ ഒരു പപ്പടം പൊടിക്കാം. പപ്പടം ഇല്ലാതെ എന്താഘോഷം. ഇനി ഇതിൻ്റെ കൂടെ ഈ മുട്ടയും ഇത്രയും പയറും കൂടെ കഴിച്ചാൽ തന്നെ ഫുള്ളായി. ഇതിന് ഈ ഒരു കഷ്ണം ഇനി അധികമാണ്, നല്ലോണം ഉണ്ട്. ഞാൻ ആദ്യം പരിപ്പ് കൂട്ടിയിട്ട് കഴിക്കട്ടെ, എന്നിട്ട് മുട്ടക്കറി കൂട്ടണല്ലോ. മുട്ടക്കറിയൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടും, ഇത് പക്ഷേ ഇവിടെ കിട്ടുള്ളൂ. സൂപ്പർ സൂപ്പർ. പരിപ്പാന്നൊന്നും മനസ്സിലാവണില്ല ചേച്ചി, ഇതെന്താന്ന് നമുക്കൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്, അതിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും ആ കറി. ഇവിടെ അനുശ്രീ ഇല്ലേ സിനിമയിൽ അഭിനയിക്കുന്നത്, അപ്പം ആളിവിടെ വന്ന് ഭക്ഷണം കഴിക്കും. ഇവിടെ അടുത്തെവിടെയാണ് അത്ര താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ കാപ്പി മതി. ഞാനൊരു കാപ്പി ഫാനാണ്. വീട്ടിൽ കുടിക്കൂല കേട്ടോ, വീട്ടിൽ കാപ്പിയോ ചായയോ ഒന്നും കുടിക്കൂല. ഞാൻ മാക്സിമം പഞ്ചസാര പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കും. പക്ഷെ വീഡിയോ എടുക്കാൻ ചെല്ലുന്നോടത്ത് സ്നേഹത്തോടു കൂടി ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അറിയാതെ കുടിച്ചു പോകും. വേറെ ഷുഗറൊന്നും ഇല്ല, നിലവിലില്ല, എല്ലാം എനിക്ക് കുറവാണ്. പക്ഷെ എന്നാലും പഞ്ചസാര അങ്ങനെ അധികം ഉപയോഗിക്കണ്ട, കപ്പിയും ചായയൊന്നും അങ്ങനെ കുടിക്കാത്തതുകൊണ്ട് ഒഴിവാക്കുന്നതാണ്. അപ്പം എന്താ പറഞ്ഞു തന്നെ, അനുശ്രീ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ചേച്ചി അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. ഭയങ്കര സ്നേഹം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ വീഡിയോ ഇടുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇല്ലേ, അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇതിനു മുമ്പേ തൃപ്പൂണിത്തുറയിൽ രഗചേച്ചിയുടെയും സുധീരേട്ടൻ്റെയും കടയിൽ അവിടെ ഇടയ്ക്ക് പോവും, ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിങ്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് പിങ്കി. അപ്പോൾ പിങ്കി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, അയ്യോ ഞങ്ങൾ സ്ഥിരം പോകാറുണ്ട് ഈ കടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് മുമ്പ് നമ്മളെ കാരറ്റ് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ അവിടെ പോയി. അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഇതുപോലെ വീഡിയോ ഇട്ട് കുറേ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഇന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അതൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ ശരിക്കും ഇവിടുത്തെ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ശ്രീഹരി ഇല്ലേ, ഓൾവേസ് ഫുഡ്, ശ്രീഹരിയാണ് എനിക്ക് ഈ കട പറഞ്ഞു തന്നെ. അവരിവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് ഊണിൻ്റെ വീഡിയോയും ചെയ്തു തോന്നണം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അമ്പി ചേച്ചി പറയുന്നത് ഹക്കീമിക്ക പിന്നെ എബിൻ ചേട്ടൻ എല്ലാവരും വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട് അത്ര. അപ്പോൾ കുറച്ച് 2-3 വർഷമൊക്കെ മുന്നേ. ഞാൻ പക്ഷേ ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഉദയംപേരൂരൊക്കെ നമ്മൾ ഇഷ്ടം മാതിരി വരുമൊക്കെ ചെയ്ത്. എറണാകുളത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തലയോലപ്പറമ്പിലാണല്ലോ താമസിക്കുക. അപ്പോൾ തലയോലപ്പറമ്പ്, തൃപ്പൂണിത്തറ, എറണാകുളം ഈ യാത്ര എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. പക്ഷെ എന്നാലും ഉദയംപേരൂർ വഴി പോയിട്ടും നമ്മൾ അറിഞ്ഞില്ല, കാണാൻ ഭയങ്കര വൈകിപ്പോയി. പമ്പി ചേച്ചി എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ പറഞ്ഞത് എനിക്കൊരു നല്ല വിഷമം ഉണ്ടായിരുന്നു, എല്ലായിടത്തും വീഡിയോ എടുത്തിട്ട് എൻ്റെ കടയിൽ വന്നില്ല, എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കാണുന്ന ആളാണ്. അപ്പോൾ ആ വിഷമം ഇപ്പം അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ പറയുന്നത് സമയമായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴായിരുന്നു സമയം എന്ന്. നമ്മളറിഞ്ഞില്ലല്ലോ, എനിക്ക് തൊട്ടപ്പുറത്തൊക്കെ വന്ന് വീഡിയോ എടുത്ത് പോയിണ്ടേ. ചേച്ചി ഒരു കാപ്പിയും ചായയൊക്കെ എടുക്കാൻ ഭയങ്കര എക്സ്പേർട്ടായ ഒരാളാട്ടോ. നല്ല പാകത്തിന് കടുപ്പം, പാകത്തിന് മധുരം. ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും ആരും പറയണ്ട, ചിലർ പറയില്ലേ ഒരു മീഡിയം ടീ, സ്ട്രോങ് ടീ എന്നൊക്കെ പറയില്ലേ, ഇവിടെ ആരും അത് പറയുന്നില്ല. എല്ലാവരുടെയും അളവിനനുസരിച്ച് ചേച്ചി ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചേച്ചിയുണ്ട് കഴിക്കാൻ. സാധാരണ നമ്മൾ പോണ കടയിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് അധികം കിട്ടാറില്ല കേട്ടോ, കാരണം ഭയങ്കര തിരക്കായിരിക്കില്ലേ. അപ്പോൾ ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോൾ ചേച്ചിയും കൊണ്ട് നമ്മൾ കഴിക്കാൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കറി, ചേച്ചിക്ക് സ്വന്തമായിട്ട് ഇഷ്ടം പരിപ്പ് കറി തന്നെയാണ് അല്ലേ ചേച്ചി? ഇനി പക്ഷെ പരിപ്പ് കറി എന്ന് പറയൂല അല്ലേ, പരിപ്പ് അങ്ങനെയുള്ളൂ. നല്ല ഡ്രൈ ആയിട്ടായിരിക്കണേ. പക്ഷെ എന്നാൽ പുട്ടിൻ്റെ കൂടെ അതാക്കുമ്പോൾ നല്ല കുഴയുകയും ചെയ്യും, പാകത്തിനാണ്. പുട്ടും പരിപ്പും പപ്പടങ്ങളും നല്ല കോമ്പിനേഷനാണ്. ചേച്ചിയുടെ തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നും പുട്ട് തന്നെ. ഒരു കാര്യമില്ല, പുട്ടാണ് എനിക്ക് യാതൊരു മടുപ്പില്ല. അതെ, എന്നെ പോലെ. എനിക്ക് ദോശ ഇഡലിയൊക്കെ എനിക്ക് അത്ര പുട്ട് ഇടിയപ്പൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ചേച്ചി അതുപോലെ തന്നെ. നമ്മളെല്ലാം ഇവിടെ നിന്ന് തന്നെ. വീട്ടിലെ അടുക്കള റെസ്റ്റാണ്. രാത്രിയിലേക്ക് എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കുന്നു. ഓടി വരുന്ന അവിടെ നിന്ന് അതല്ലേ പറഞ്ഞ വലിയ മീനുണ്ടെന്ന്. നമ്മൾ കടലിലൊക്കെ കാണുന്ന പോലത്തെ മീനുകളല്ലേ. വേറെ ഉണ്ട്, എല്ലാരും ഇങ്ങോട്ട് എത്തി.
20 കിലോ ഒക്കെ കാണുമല്ലോ ആണെങ്കിലും അപ്പോൾ നല്ല പുട്ടും പരിപ്പും ഇതേവരെ കഴിച്ചു നോക്കിയിട്ടില്ലേ, നിങ്ങൾ വന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് സ്വാദുണ്ട്. എനിക്കിപ്പോൾ നമ്മൾ പുട്ട് കടല, പുട്ട് പയറ്, പുട്ട് ഗ്രീൻ പീസ്, പുട്ട് പഴം, ഇങ്ങനെ പുട്ട് മുട്ടക്കറി, പല പല കോമ്പിനേഷനുകൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്, വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടത് ആ പുട്ടും പരിപ്പും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ വീഡിയോ ഇടുന്ന സ്ഥലത്തൊക്കെ അവരും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ ചില ആളുകളൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വിമർശിക്കുവേ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഭക്ഷണത്തിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് അവരോടും അങ്ങനെ പറയാനുള്ളത് ഇതാണ്, നിങ്ങളാ നമ്മളെ വീഡിയോസൊക്കെ റീല് മാത്രമല്ല വീഡിയോസ് കണ്ടു നോക്കുക. പല വീഡിയോസിലും കാണാൻ പറ്റും ആ കടയിലുള്ള ആളുകളും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല, അങ്ങനെ പറയുന്ന എത്രയോ വീഡിയോസ് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ടെന്ന് അറിയാം. അവരുടെയും കൂടി ഭക്ഷണമാണ് അവരുണ്ടാക്കുന്നത്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വൃത്തിമേനയില്ലാതെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് മായം ചേർക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന്. എൻ്റെ അറിവിൽ ആരുമില്ല. ഞാനൊരു സാധനം എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് അത് ഉണ്ടാക്കുക. അത് തന്നെയാണ് ഞാൻ മറ്റൊരാൾക്കും കൊടുക്കുക, അല്ലേ? അപ്പോൾ അത്തരം ഇടങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇടങ്ങളൊക്കെ. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൈസ മേടിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ കഴിച്ചതിനേക്കാളും 50 രൂപയെങ്കിലും കൂട്ടി കൊടുത്തിട്ട് ഇറങ്ങി പോരാനേ ഞാൻ നോക്കാറുള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇല്ലായ്മയും നിവൃത്തികേടും രോഗങ്ങളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ കൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ നിവൃത്തികേടിൻ്റെ അവസ്ഥകളുണ്ടായിരുന്നു. അന്ന് പോലും എൻ്റെ അച്ഛനും അമ്മയും ഒരു വീട്ടിലും പറഞ്ഞു വിട്ട് നീ അവിടെ പോയി ഭക്ഷണം മേടിച്ച് കഴിക്കുന്നത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ചിലതൊക്കെ നമ്മളിങ്ങനെ വേദനിപ്പിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, കാണാം.